ഇനി കിട്ടാതിരിക്കോടാ. എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും. അഷ്ടൈശ്വര്യദായിനിയായ നമ്മുടെ കുമരഞ്ചിറ അമ്മ കൂടെയുള്ളപ്പോ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. 5th പൊസിഷൻ പോകുന്നത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ. അമ്മയും മകളും സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. വേണ്ട കണ്ടാത്തോണ്ട. ഷീന ആൻഡ് ശൈത്യ. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്, കടപ്പാട് കാണിക്കാൻ പറ്റിയ സമയം. ഷീന ആൻഡ് ശൈത്യ. കണ്ടാത്തോണ്ട. മൊമെന്റ് വേണ്ട. നിനക്ക് വേണേ ഞങ്ങൾക്കും വേണ്ട. ഇയാൾക്കിത് എന്താ പറ്റി? ആദ്യമായിട്ട് ഒരു കേസ് തോറ്റതിന്റെ വിഷമമാണ് മാഡം. നമ്മളൊക്കെ എത്ര കേസ് തോറ്റിരിക്കുന്നു. ഏത് ഓക്കെ, മഴയാണോ? മഴയാവില്ല സൗത്രി, അതാ ചെക്കന്റെ കണ്ണീരാവും. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. നമ്മൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരേ കാര്യമുള്ളൂ, പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആർട്ടിന്റെ കാര്യം മുട്ടി ഞാൻ ഓടിക്കും. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ എം വെരി വെരി ഹേർട്ട്. വളരെ മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. അവര് പറയുന്നത് ഫൈനലിലെ പെർഫോമൻസ് മാത്രമേ നോക്കിയുള്ളൂ. ഫിനാലെ ഒന്നും നടക്കുന്നുണ്ടെങ്കിൽ പോലും അതുവരെയുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കുമല്ലോ ഒരു അങ്ങനെയല്ലേ വേണ്ടിയേ. കാരണം ആ ഫൈനൽ അല്ല, പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നു. കാരണം ആ ഫൈനൽ അല്ല, പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നു. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. 3 ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് 6.5 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് അല്ല, അപ്പൊ നിങ്ങളത് എന്തുകൊണ്ട് നിയമ പോലീസിൽ അറിയിച്ചില്ല? 3 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു 6.5 ലക്ഷം. ചിലപ്പോ എനിക്കായിരിക്കും കുറവ്, മറ്റുള്ള അമ്മമാർക്ക് അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയുള്ള കുറെ വിഡ്ഢികളാണ് ഞങ്ങൾ. എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാൻ മോനെ.